അതിലേക്കാണ് കടക്കുന്നത്. അംഗനവാടി ജീവനക്കാരുടെ സമരം 4ാം ദിവസത്തിലേക്കാണ് എത്തുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷം ഇത് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന്തരമായി ഇടപെടണം എന്നാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. സമര സംഘടന എന്ന് ഊറ്റം കൊണ്ടിരുന്ന CPM സമരങ്ങളുടെ അന്തകരായി മാറുന്ന കാഴ്ചയാണെന്ന് നജീബ് കാന്തപുരം സഭയിൽ ആരോപിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് തുച്ഛമായ ആനുകൂല്യത്തിന് വേണ്ടി പോലും തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നു. സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ്. സമരപ്പന്തലുകൾ കശക്കിയെറിയുകയാണെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. ആശാ വർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ ചോര നീരാക്കിയിട്ടാണ് സർ ഈ പറയപ്പെടുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുള്ളത്. സർക്കാർ ഔദാര്യം പോലെ നൽകുന്ന തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്നതിന് പോലും ഈ ആരോഗ്യ പ്രവർത്തകർ, നാടിന്റെ കാവൽക്കാർ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർ? ഒരു സമര സംഘടന എന്ന പേരിൽ ഊറ്റം കൊണ്ടിരുന്ന CPIM ഇപ്പോൾ സമരങ്ങളുടെ അന്തകരെന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു കാലത്താണ് സർ നമ്മളുള്ളത്. സമരം ചെയ്യാനെത്തുന്നവരെ ആട്ടിപ്പായിക്കലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി. അവരുടെ സമരപ്പന്തലുകൾ പോലീസിനെ ഉപയോഗിച്ച് കശക്കിയെറിയലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി. സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ് സർ. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും വിധമല്ലേ തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളാണ് ആളുകളെ ഈ സർക്കാർ നേരിടുന്നത്. അംഗനവാടി ജീവനക്കാർക്കായി കേന്ദ്രം ഇപ്പോൾ ഒന്നും നൽകുന്നില്ലെന്നും സംസ്ഥാനമാണ് മുഴുവൻ തുകയും നൽകുന്നതെന്നും മന്ത്രി P. രാജീവ് സഭയിൽ വിശദീകരിച്ചു. 2021 വരെ സംസ്ഥാന സർക്കാർ യാത്രാബത്ത നൽകിയിരുന്നു. അത് നൽകരുതെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നും P. രാജീവ് പറഞ്ഞു. സർ, ഓണറേറിയത്തിന്റെ കാര്യം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള, യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഓണറേറിയം 4500 രൂപയാണ്. അതിനകത്ത് 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. ഓണറേറിയമായിട്ട് അംഗനവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത്, യൂണിയൻ ഗവൺമെന്റ് നൽകുന്നത് 2700 രൂപ മാത്രമാണ് സർ. എന്നാൽ കേരളം ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലുള്ളവർക്ക്, 10 വർഷം താഴെയുള്ളവർക്ക് 12500 രൂപയും 10 വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് 13000 രൂപയും ഓണറേറിയമായി നൽകുന്നുണ്ട്. അംഗനവാടി ഹെൽപ്പർമാർക്ക് യൂണിയൻ ഗവൺമെന്റിന്റെ ഓണറേറിയം എന്നുള്ളത് 2250 രൂപയാണ് സാർ. അതിനകത്ത് 900 രൂപ നമ്മളാണ് വഹിക്കേണ്ടത്. 1350 രൂപ, 60% യൂണിയൻ ഗവൺമെന്റ് വഹിക്കുന്നത്. എന്നാൽ ഇപ്പോ കേന്ദ്രത്തിന്റെ വിഹിതം 0 മാറി. പൂർണ്ണമായിട്ടും ഇതിന്റെ മറ്റ് സംവിധാനങ്ങളുടെ ശമ്പളം ഉൾപ്പെടെയുള്ള വിഹിതം പൂർണ്ണമായും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ യാത്രാബത്ത നൽകി വന്നിരുന്നു. എന്നാൽ 2021-22 മുതൽ അത്തരത്തിലുള്ള 2021 വരെ നൽകിക്കൊണ്ടിരുന്നു. അതിനുശേഷം യാത്രാബത്ത നൽകാൻ പാടില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുകയുണ്ടായി. TO കമ്പോണന്റ് അതിനകത്ത് ഒഴിവാക്കി. അതുകൊണ്ട് TO കമ്പോണന്റ് നൽകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ TO കമ്പോണന്റും ഇതിന്റെ ഭാഗമാക്കി മാറ്റണം എന്നത് യൂണിയൻ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.